ദൃശ്യങ്ങൾ കൃത്യമായി പറയുന്നു ആ കഥ. ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ഗൗതം, ഇതുവരെ നാം പറഞ്ഞു വന്നത്, ഇതുവരെ ലോക നേതാക്കൾ പറഞ്ഞത്, ഇതുവരെ ഭാരത സർക്കാർ പറഞ്ഞത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ, ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ നടപടിയെടുക്കണം എന്നാണ്. ഇപ്പോൾ ജനൻ TV പുറത്തുവിട്ട ദൃശ്യങ്ങൾ കാണിക്കുന്നത് എന്താണ്? സംരക്ഷിക്കേണ്ടതാര്? സുരക്ഷാ സേന, സൈന്യവും പോലീസും ഈ ജിഹാദി തീവ്ര ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്ക് നേതൃത്വം നൽകുന്നു. ഹിന്ദു വേട്ടയ്ക്ക്, വംശഹത്യയ്ക്ക്. പിന്നെ ആരോടാണ് ആവശ്യപ്പെടുക സംരക്ഷണം നൽകണമെന്ന്? ഗൗതം, നടപടിക്രമങ്ങളും പ്രദീപിള്ള, ബംഗ്ലാദേശിൽ നടക്കുന്നത് ഭരണകൂട ഭീകരതയാണ് എന്ന് അടിവരയിട്ട് പറയുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെ നിന്നും ലഭ്യമായിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ ആശങ്ക സ്വാഭാവികമായും രൂപപ്പെടുന്നത് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്കാണ് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഭാരതത്തെ പോലൊരു രാജ്യം പല ഘട്ടങ്ങളിൽ ആവർത്തിച്ച് ബംഗ്ലാദേശിലെ ഭരണകൂടത്തോടാണ് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മതഭീകരവാദികളുടെ അഴിഞ്ഞാട്ടം അത് കൃത്യമായി അടിച്ചമർത്തുവാൻ അവിടുത്തെ ഭരണകൂടം തയ്യാറാകണമെന്ന് ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലതവണ ബംഗ്ലാദേശിലെ ഭരണകൂടത്തോട് ഇതിനകം ആവശ്യപ്പെടുമ്പോൾ ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് അവിടെ നടക്കുന്നത് ഭരണകൂട ഭീകരതയാണ്. ഭരണകൂടം തന്നെ സ്പോൺസർ ചെയ്യുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കലാപമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി അടിവരയിടുന്ന ദൃശ്യങ്ങളാണ് തലസ്ഥാന നഗരിയായിട്ടുള്ള ധാക്കയിൽ നിന്നും, അതോടൊപ്പം തന്നെ ചിറ്റഗോങ് പോലെയുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളൊപ്പം വളരെ വിദൂരമായ ഗ്രാമപ്രദേശങ്ങൾ, അവിടെ നിന്നൊക്കെ ശേഖരിച്ചിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഇതിൽ നമുക്ക് കാണാം ബംഗ്ലാദേശിന്റെ സുരക്ഷാ സേന തന്നെ, അതായത് പട്ടാളം തന്നെ ഈ ഭരണകൂട ഭീകരതയ്ക്ക് നേരിട്ട് ഒത്താശ ചെയ്യുകയാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഭീകര സംഘടനകളുടെ ഭീകരവാദികൾ അവർ വീടുകൾ കൊള്ളയടിക്കുന്നു, സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തുന്നു, ക്ഷേത്രങ്ങൾ, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ അത് വ്യാപകമായി തച്ചുടച്ച് നശിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം ബംഗ്ലാദേശിന്റെ പട്ടാളവും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിന്റെ പോലീസും കൂടി ചേർന്നുകൊണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായ കൊലപാതകങ്ങൾ, വീടുകൾ കൊള്ളയടിക്കൽ, ഇതിന് പട്ടാളവും അതോടൊപ്പം തന്നെ അവിടുത്തെ പോലീസും കൃത്യമായി തന്നെ നേതൃത്വം കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതായത് പല ചരിത്രകാരന്മാരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അഫ്ഗാനിസ്ഥാൻ മോഡലിൽ ഒരു പരിപൂർണമായ ശരീഅത്ത് നിയമം അനുശാസിക്കുന്ന തീവ്ര ഇസ്ലാമിക രാജ്യമാക്കി ബംഗ്ലാദേശിനെ മാറ്റുവാനുള്ള അവസാന ജിഹാദാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രങ്ങൾ അവിടുത്തെ നോട്ടുകളിൽ നിന്നും മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. അടുത്ത തീരുമാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, വളരെ നിർണായകമായ ഒരു തീരുമാനം ബംഗ്ലാദേശിലെ തീവ്രവാദികൾ എടുക്കാൻ പോകുന്നത് അവിടുത്തെ ഭരണഘടനയിൽ നിന്നും വളരെ വേഗത്തിൽ സെക്കുലറിസം, മതേതരത്വം എന്ന വാക്ക് എടുത്തു മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ 1977 അവിടെ ഷെയ്ഖ് മുജീബുർ റഹ്മാനെ വധിച്ചതിന് ശേഷം പിന്നീട് വന്ന സിയാഉൽ റഹ്മാനെ പോലെയുള്ള ഇസ്ലാമിസ്റ്റുകൾ അവരെന്താണ് ചെയ്തത്? അവർ കൃത്യമായി തന്നെ ഈ മതേതരത്വം ഈ ഭരണഘടനയിൽ നിന്നും എടുത്തു മാറ്റിയതാണ്. പിന്നീട് മതേതര സ്വഭാവം അല്പമെങ്കിലും ഉയർത്തി കാണിക്കുന്ന ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തിന് അവിടെ മൃഗീയമായ ഭൂരിപക്ഷം ലഭിച്ച ഘട്ടത്തിൽ അവിടുത്തെ കോടതിയുടെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ഭരണകൂടത്തിന്റെയും താല്പര്യത്തോടെയാണ് 15ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ സെക്കുലറിസം എന്ന വാക്ക് വീണ്ടും ബംഗ്ലാദേശിന്റെ ഭരണഘടനയ്ക്കകത്ത് പുനഃസ്ഥാപിക്കുന്നത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആക്രോശിക്കുന്നത് എത്രയും പെട്ടെന്ന് ആ സെക്കുലറിസം എന്ന പദം എടുത്ത് മാറ്റണം. കാരണം ഔദ്യോഗിക മതമായി അതേ ഭരണഘടന ഇസ്ലാമിനെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിനകത്ത്, ഭരണഘടനയ്ക്കകത്ത് ഒരു കാരണവശാലും സെക്കുലറിസം എന്ന പദം വെക്കാൻ പാടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരവാദികൾ ഓരോ ദിവസവും ബംഗ്ലാദേശിൽ ആക്രോശിക്കുകയാണ്. അതിനാൽ സ്വാഭാവികമായും പട്ടാളവും അതോടൊപ്പം തന്നെ അവിടുത്തെ ജുഡീഷ്യറിയും സർക്കാർ സംവിധാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു ഭരണകൂട ഭീകരതയാണ് ബംഗ്ലാദേശിന്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് കൃത്യമായി അടിവരയിടുന്ന ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. പ്രദീപ് പിള്ള. ഗൗതമിലേക്ക് മടങ്ങി വരാൻ, നമുക്ക് അതിഥികളിലേക്ക് പോകാം. ഉയരുന്ന ചോദ്യം ഇതാണ്. കഴിഞ്ഞ ദിവസം തസ്ലീമ നസ്രീന്റെ ഒരു എക്സ്പോസ്റ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും സുപ്രധാനമായ ഭാഗം 17,000 ഇന്ത്യൻ സൈനികർ ജീവൻ കൊടുത്തത് ആർക്ക് വേണ്ടി? ഈ പറയുന്ന ബംഗ്ലാദേശിനെ
വിവേചനത്തോടെ അടിച്ചമർത്തി വേട്ടയാടിയ പാകിസ്ഥാനിൽ നിന്ന് മോചനം നേടിക്കൊടുത്ത് സ്വതന്ത്ര രാഷ്ട്രമാക്കിയ ഭാരതത്തോട് കാണിക്കുന്നത് കേവലം നന്ദികേടല്ലേ? ഇന്നവർ ചെയ്യുന്നത് എന്താണ്? പാകിസ്ഥാനുമായുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ പുതുക്കുന്നു, അതിനിടയിലുള്ള കാലതാമസം മാറ്റുന്നു, ഉറുദു പഠിപ്പിക്കാൻ ആരംഭിക്കുന്നു, പാകിസ്ഥാനുമായി ചങ്ങാത്തം കൂടുന്നു. അപ്പോൾ ISIയും ജമാഅത്തെ ഇസ്ലാമിയും ലോകമെമ്പാടുമുള്ള ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റ് ശക്തികൾ ഒത്തുകൂടി ബംഗ്ലാദേശിലെ ഭരണം പിടിക്കുക, ഭരണത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക, പാവ സർക്കാരിനെ വാഴിക്കുക എന്ന് മാത്രമല്ല, അതിനുശേഷം ചൈനയോടൊത്തു ചേർന്ന് ചൈനയുടെ കൈപിടിച്ച് ഭാരതത്തിന് ഭീഷണിയാവുക, ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ. ഈ അവസ്ഥയിലേക്കല്ലേ ഗൗതം കാര്യങ്ങൾ നീങ്ങുന്നത്? പ്രതിപിള്ള അത് തന്നെയാണ്. അതായത് ചൈന നടത്തുന്ന ചില ഇടപെടലുകളെ പറ്റി കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരവാദികളെ ചരിത്രത്തിലാദ്യമായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബെയ്ജിങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഡിസംബർ മാസം 5-ാം തീയതിയാണ് ഈ ജമാഅത്തിൻ്റെ നേതാക്കൾ തിരിച്ച് ധാക്കയിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ അവസാനത്തെ ആഴ്ച മുതൽ ഡിസംബർ 5 വരെയുള്ള ദിവസങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ചൈന സന്ദർശിക്കുകയായിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക ക്ഷണപ്രകാരമാണ് ഈ ജമാഅത്ത് നേതാക്കൾ അവിടെ എത്തിയത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻപും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ബീജിങ്ങിലേക്ക് ക്ഷണിക്കുകയും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വീണ്ടും പുനഃസ്ഥാപിക്കണം തുടങ്ങിയ ചർച്ചകളൊക്കെ പല ഘട്ടങ്ങളിൽ ബീജിങ്ങിൽ നടന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പലപ്പോഴും അവിടെ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത് പൊതുവെ എല്ലാവർക്കും അതിനെപ്പറ്റി ധാരണയുള്ളതാണ്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി ജമാഅത്തെ ഇസ്ലാമി പോലെ ഒരു തീവ്രവാദ സംഘടനയോട്, അതും ജമാഅത്തിൻ്റെ മാത്രമല്ല ബംഗ്ലാദേശിലെ മറ്റ് റാഡിക്കൽ ഗ്രൂപ്പുകളുണ്ട്, ഖിലാഫത്ത് മൂവ്മെൻറ്റ്, ഖിലാഫത്ത് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന മറ്റ് ഇസ്ലാമിക തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ, അതിൻ്റെ എല്ലാം ഒരു ഡെലിഗേഷനാണ് കഴിഞ്ഞ 1.5 ആഴ്ചയായി ബെയ്ജിങ്ങിൽ പോയി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുമായി ചർച്ച നടത്തിയത്. മാത്രമല്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലാപത്തിൻ്റെ തുടക്കം നമുക്കറിയാം. കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അവിടെ ആദ്യം ഒരു ആഭ്യന്തര സംഘർഷം അവിടുത്തെ സർക്കാരിനെതിരെ ഉണ്ടാകുന്നു. പിന്നീട് അത് ടേൺ ചെയ്ത് അവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കുമെതിരെ അതിനെ തിരിച്ചുവിടുന്നു. അത് കലാപത്തിൻ്റെ ആദ്യ ഘട്ടമാണ്. അതിനുശേഷം ഈ 2-ാം ഘട്ടം തുടങ്ങുന്നത് കഴിഞ്ഞ നവംബർ മാസം 25-ാം തീയതി ബംഗ്ലാദേശിലെ ഏറ്റവും പ്രമുഖ സന്യാസിമാരിൽ ഒരാളായ ഇസ്കോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ള ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിനെ അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ്. അതേ ദിവസം ആ ഒരു അറസ്റ്റ് നടത്തി അതേ ദിവസം വൈകുന്നേരം ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിലെ ചൈനയുടെ എംബസിയിൽ ചൈനീസ് അംബാസഡർ തന്നെ നേരിട്ട് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകളുടെ നേതാക്കളെ ക്ഷണിക്കുന്നു. ചൈനയുടെ എംബസിയിൽ അന്ന് വലിയൊരു അത്താഴ വിരുന്ന് നടക്കുകയാണ്. അപ്പോൾ കൃത്യമായി തന്നെ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശിനെ പൂർണ്ണമായി തന്നെ ഒരു ഇസ്ലാമിക ബെൽറ്റാക്കി മാറ്റി ഭാരതത്തിനെതിരെ തിരിച്ചുവിടുക. നമുക്കറിയാം ചൈനയുടെ താല്പര്യങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ല. ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലതും തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ചൈന. പ്രത്യേകിച്ച് ചിക്കനൊക്കെ ഉൾപ്പെടെ ആക്രമിക്കുവാനുള്ള പദ്ധതികൾ ചൈന പലപ്പോഴും ആസൂത്രണം ചെയ്യുന്നു. അരുണാചൽ പ്രദേശിന് മേൽ, സിക്കിമിന് മേലൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു രാജ്യമാണ്. അവർ കൃത്യമായി തന്നെ ലക്ഷ്യമിടുന്നത് ഇത്തരം ഇസ്ലാമിക ഗ്രൂപ്പുകളുടെ കയ്യിലേക്ക് പൂർണ്ണമായി തന്നെ ബംഗ്ലാദേശ് മാറിക്കഴിഞ്ഞാൽ, ഷെയ്ഖ് ഹസീനയെ പോലെ മതേതര സ്വഭാവം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഇന്ത്യയോട് മൃദു സമീപനം സ്വീകരിക്കുന്ന സർക്കാരുകൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും പിന്നീട് കശ്മീരിൽ എന്താണോ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വടക്ക് കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളിലേക്ക് ബംഗ്ലാദേശിനെ ഉപയോഗിച്ച് ചെയ്യാം എന്ന കൃത്യമായ ചൈനയുടെ ചതിയൻ പ്ലാനാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപമെന്ന് പല നയതന്ത്ര വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ഇതിനകം തന്നെ സൂചിപ്പിച്ചു. അതിനെ അത്തരം വാദഗതികൾക്ക് കൂടുതൽ ശക്തി പകരുന്നതായ ചില സംഭവങ്ങളാണ് ഈ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ബംഗ്ലാദേശിൽ നിന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണപ്രകാരം ആദ്യമായി ഈ തീവ്രവാദ സംഘടനകളുടെ നേതാക്കൾ ബീജിങ്ങിലേക്ക് പോകുന്നു. ധാക്കയിലുള്ള ചൈനീസ് എംബസിയിൽ വലിയ ഗൂഢാലോചനകൾ നടക്കുന്നു. അപ്പോൾ ഇതൊന്നും മുൻപ് ബംഗ്ലാദേശിൽ നടന്നിട്ടില്ലാത്തതായ സംഭവങ്ങളാണ്. അപ്പോൾ ചൈനയ്ക്ക് ഇതിലുള്ള പങ്കിനെ പറ്റി നേരത്തെ തന്നെ വാദഗതികൾ ഉയർന്നിരുന്നു. അത്തരം വാദഗതികൾക്ക് കൂടുതൽ ശക്തി പകരുന്നതായ സംഭവ വികാസങ്ങളും തെളിവുകളും ഓരോ ദിവസം കൂടി പുറത്തു വരികയാണ്. ഏതായാലും
ബംഗ്ലാദേശിലെ സാഹചര്യം അതിസങ്കീർണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതാണ്ട് 7% മാത്രമാണ് ഇനിയും അവിടെ ഹൈന്ദവ സമൂഹം ശേഷിക്കുന്നത്. വളരെ ചുരുക്കമുള്ള ക്രൈസ്തവർ, അതോടൊപ്പം തന്നെ ബുദ്ധമതക്കാർ, ജൈനമത വിശ്വാസികൾ, സിഖ് മതവിശ്വാസികൾ, ഇവരെയൊക്കെ സംബന്ധിച്ച് വളരെ ആശങ്കയുണ്ടാക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങൾ ആ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്ന സംഭവമുണ്ട്. ഇന്നലെയും തലസ്ഥാന നഗരിയായ ധാക്ക അടങ്ങുന്ന ജില്ലയിലുള്ള ഇസ്കോണിന്റെ ഒരു ക്ഷേത്രം തകർത്തിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ 25-ന് ഈ കലാപം ആരംഭിച്ചതിന് ശേഷം 4ാമത്തെ ഹിന്ദു ക്ഷേത്രമാണ് പൂർണ്ണമായി തന്നെ തകർക്കുന്നത്. 11 ക്രിസ്ത്യൻ ചർച്ചുകൾ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. 4 സന്യാസിമാരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അവരെ പുറത്തുവിടുവാനുള്ള ഒരു തരത്തിലുള്ള നീക്കങ്ങളും അവിടെ നടക്കുന്നില്ല. ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിൻ്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം പരിഗണിച്ച കോടതി ചെയ്തത് ജനുവരി മാസം 2-ാം തീയതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജാമ്യം പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയാണ്. വേണമെങ്കിൽ കോടതിക്ക് ഒരാഴ്ചക്കകത്തോ അല്ലെങ്കിൽ ദിവസങ്ങൾക്കകമോ വീണ്ടും ആ ജാമ്യാപേക്ഷ പരിഗണിക്കാം. മറിച്ച് സന്യാസിമാർ ജയിലിൽ കടക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് അവിടുത്തെ കോടതികൾ പോലും എത്തുന്ന രീതിയിൽ, അതായത് ഭരണകൂടവും ജുഡീഷ്യറിയും അതോടൊപ്പം തന്നെ സൈന്യവും പിന്നെ വളരെയധികം സ്വാധീനമുള്ള അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകളും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു ഭരണകൂട ഭീകരതയുടെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. പ്രദീപ് പിള്ള. ഗൗതം, ഇതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സംഗതി വളരെ വ്യക്തമാണ്. അവിടെ നടന്ന പ്രക്ഷോഭം വെറും ആഭാസമായിരുന്നു. കാര്യം ഒരു സംവരണത്തെ ചൊല്ലിയായിരുന്നു ആ പ്രക്ഷോഭം. ആ വിഷയം കോടതിയെടുത്ത് കളഞ്ഞ ശേഷവും പ്രക്ഷോഭം തുടർന്നു. പിന്നാലെ നാം കണ്ടത് പലായനം ചെയ്ത ഷെയ്ഖ് ഹസീനയ്ക്ക് പകരം ഇടക്കാല സർക്കാർ വരുന്നു. അവിടെ സമാധാനത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ മുഹമ്മദ് യൂനുസ് അഡ്വൈസർ ആവുന്നു. എന്താണ് തസ്തിക? പ്രധാനമന്ത്രിയാണോ പ്രസിഡന്റാണോ അറിയില്ല. പാവ സർക്കാരാണെന്ന് വ്യക്തം. ഗൗതം പറഞ്ഞതിന് തുടർച്ചയായി തന്നെ താലിബാൻ മോഡലുള്ള പല നിയമങ്ങളും വരുന്നു. ബുർഖ നിർബന്ധമാക്കുന്നു. ഹിന്ദുക്കളായ അധ്യാപകരെ പിരിച്ചുവിടുന്നു, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ നിർബന്ധിക്കുന്നു. എല്ലാ തരത്തിലും ഉള്ള ഒരു മതരാഷ്ട്ര സ്വഭാവത്തിലേക്ക് നീങ്ങുന്നു. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ആസൂത്രിതമായ നീക്കം നടക്കുന്നു. പാകിസ്ഥാനുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ അതിയായ വ്യഗ്രത കാണിക്കുന്നു. തീ കൊണ്ടുള്ള കളിയല്ലേ ഗൗതം? ആദ്യഘട്ടം ഒരു സംവരണവുമായി ബന്ധപ്പെട്ടാണ് ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് അവിടുത്തെ സർക്കാരിനെ താഴെയിറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, അതായത് അവാമി ലീഗിനെതിരെ ആദ്യം വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന നിലയിൽ ക്യാമ്പസുകളിൽ നിന്നും ആരംഭിക്കുകയാണ്. അതിൻ്റെ ചരിത്രപരമായ കാരണങ്ങൾ നമുക്കറിയാം. 1971-ലെ വിമോചന സമരവുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് ജോലികളിലും മറ്റും സംവരണം ഏർപ്പെടുത്തുന്ന ഒരു തീരുമാനത്തെ ചൊല്ലിയാണ് അത്തരം ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് ആദ്യം കടക്കുന്നത്. പിന്നീട് ഷെയ്ഖ് ഹസീനയുടെ വസതി ഉൾപ്പെടെ തകർക്കുന്നു. തലനാഴിഴയ്ക്കാണ് അവർ രക്ഷപ്പെടുന്നത്. ഭാരതത്തിലേക്ക് അഭയാർത്ഥിയായി അവർക്ക് എത്തേണ്ടി വന്നു. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവിന്റെ മകൾക്കാണ് ഈ ഗതികേട് അവിടെ ഉണ്ടായത് എന്നതുകൂടി അടിവരയിട്ട് പറയണം. അദ്ദേഹത്തെയും നേരത്തെ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ വധിക്കുകയാണ് ചെയ്തത് 1975-ൽ. അന്ന് തലനാഴിഴയ്ക്കാണ് ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ടതെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ നിന്നും തലനാഴിഴയ്ക്ക് വീണ്ടും ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ട് ഭാരതത്തിലേക്ക് എത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ തീവ്ര ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 100% അതൊരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാക്കി മാറ്റുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നിലവിൽ ബംഗ്ലാദേശ് ഒരു ഇസ്ലാമിക രാജ്യം തന്നെയാണ്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിന്റെ 57 രാജ്യങ്ങളുടെ പട്ടികയിൽ ബംഗ്ലാദേശുമുണ്ട്. പക്ഷേ അത് പോരാ. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് അവർ വിഭാവനം ചെയ്യുന്ന അവരുടെ ഭരണഘടന തന്നെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന മൗദൂദി രൂപപ്പെടുത്തിയ ഘട്ടത്തിൽ നമുക്കറിയാം ആ ഭരണഘടനയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. ജനാധിപത്യത്തെ അംഗീകരിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ സൈന്യമുണ്ടെങ്കിൽ തന്നെ അത് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന സൈന്യമല്ല, മറിച്ച് ദൈവിക കാര്യത്തിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി മാത്രം പോരാടുന്ന സൈന്യമാകണം. അതോടൊപ്പം തന്നെ രാജ്യത്ത് സ്കൂളുകളും കോളേജുകളും ഒക്കെ മതപഠനത്തിന് വേണ്ടിയുള്ളതാകണം. ഇത്തരം ഭരണഘടനയുള്ള ഒരു തീവ്ര ഇസ്ലാമിക രാജ്യമാണ്. ഹുക്കുമത്തെ ഇലാഹി അഥവാ അള്ളാഹുവിൻ്റെ ദേശത്തിന് വേണ്ടി പോരാടുന്നതിനായി രൂപപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിഭാവനം ചെയ്യുന്ന രാഷ്ട്രസങ്കല്പമുണ്ട്. അത് മൗദൂദിയുടെ പല കൃതികൾക്കകത്ത് എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രസങ്കല്പം എന്നതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. അത് തീവ്ര ഇസ്ലാമികമാണ്. മറ്റൊരു മതങ്ങളെ എന്നല്ല, മറ്റൊരു വിഭാഗത്തെയും അവർ അംഗീകരിക്കാൻ തയ്യാറല്ല.